നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ആണ്. 14 ജില്ലകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. അപ്പൊ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം എന്നതാണ് എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ. ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു, മിസ്സേ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്താൽ ജോലി കിട്ടും? തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്യണോ, എറണാകുളത്ത് അപ്ലൈ ചെയ്യണോ, അതോ വില്ലേജുകൾ കൂടുതലുള്ള ജില്ലയിൽ അപ്ലൈ ചെയ്യണോ, എവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? അപ്പൊ ഒരു മാസം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉണ്ടെങ്കിലും അത്രയും മാസം ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. എത്രയും വേഗം ഒരു ഡിസിഷൻ എടുക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോ അതിനുള്ളൊരു സപ്പോർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ സാധ്യത കൂടുതലാണ്? അതിനെന്തറിയണം? ഇതുവരെ നടന്ന നിയമന നില അറിയണ്ടേ? ഇതുവരെ നടന്ന അഡ്വൈസുകൾ എത്ര പോയിട്ടുണ്ടെന്ന് അറിയണ്ടേ? അപ്പൊ ആ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോയാലും ഞാൻ ഓരോ ജില്ല തിരിച്ചു പറയുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് തിരുവനന്തപുരം ജില്ല. ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റ് നിലവിൽ വന്നത് 2024 ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് 2027 ഫെബ്രുവരി മാസമാണ്. അപ്പോൾ ലിസ്റ്റ് വന്നിട്ട് ഏകദേശം ഒരു 2 വർഷം അടുപ്പിച്ചായപ്പോ ടോട്ടൽ അഡ്വൈസ് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 164 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് നവംബർ മാസം 13 തീയതിയാണ്. 2025 നവംബർ മാസം 13 ലാസ്റ്റ് അഡ്വൈസ് പോയത്. ഓപ്പൺ കാറ്റഗറി 147 റാങ്ക് വരെ ഉള്ളവർക്കാണ് ഇപ്പോൾ അഡ്വൈസ് പോയിരിക്കുന്നത്. വിവിധ റിസർവേഷൻ കാറ്റഗറികളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 164 അഡ്വൈസുകളാണ് തിരുവനന്തപുരം ജില്ലയിൽ ലിസ്റ്റ് വന്നിട്ട് ഏകദേശം 2 വർഷം ആവാറായപ്പോഴത്തേക്കും പോയിട്ടുള്ളത്. അടുത്ത ജില്ല നോക്കാം, കൊല്ലം ജില്ല. കൊല്ലം ജില്ലയിലെ 99 അഡ്വൈസുകളാണ് ഇതുവരെ പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് നവംബർ മാസം 19 തീയതിയാണ്. ലിസ്റ്റ് 2024 ജനുവരി മാസമാണ് നിലവിൽ വന്നത്. അപ്പൊ 2027 ജനുവരി ആവുമ്പോഴത്തേക്കും ഈ കൊല്ലം ജില്ലയിലെ VFAയുടെ ലിസ്റ്റ്, ഓൾറെഡി ഉള്ള ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതായിരിക്കും. അപ്പൊ ഓരോ അഡ്വൈസുകൾ നിങ്ങൾ നോക്കിപ്പോണേ. പത്തനംതിട്ട ജില്ല ഇതുവരെ പോയിരിക്കുന്ന അഡ്വൈസ് 66 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ലിസ്റ്റ് വന്നത് ഡിസംബർ മാസം 2023 ഡിസംബർ മാസമാണ് ലിസ്റ്റ് വന്നത്. അപ്പോ ഇതിന്റെ ലിസ്റ്റിന്റെ കാലാവധി, പത്തനംതിട്ട ജില്ലയിലേക്കുള്ള ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് 2026 നവംബർ മാസം 30 ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. ഇതുവരെ 66 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ല ഇതുവരെ 85 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. 85 അഡ്വൈസ്. ഈ ലിസ്റ്റ് നിലവിൽ വന്നത് 2023 നവംബർ മാസമാണ്. 2023 നവംബർ മാസമാണ് ഈ ആലപ്പുഴ ജില്ലയിലെ ലിസ്റ്റ് നിലവിൽ വന്നത്. 85 അഡ്വൈസുകളാണ് ഇതുവരെ പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് 2025 ഡിസംബർ മാസം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ ഈ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് 2026 ഒരു നവംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ലിസ്റ്റിന് ആലപ്പുഴ ജില്ലയിലേക്കുള്ള ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതായിരിക്കും. കോട്ടയം ജില്ല ഇതുവരെ പോയിരിക്കുന്ന അഡ്വൈസുകളുടെ എണ്ണം നോക്കൂ, 110 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നോക്കിയാൽ തിരുവനന്തപുരമാണ് ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോയിരിക്കുന്നത്. അത് കഴിഞ്ഞ് കോട്ടയം ജില്ലയിൽ നല്ല രീതിയിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പറഞ്ഞതിൽ ഒന്നും ഈ ഇടയ്ക്കുള്ള ഒന്നും 100 കടന്നിട്ടില്ല. കൊല്ലം 100 കടക്കാറായി. അത് കഴിഞ്ഞ് 100 കടന്നത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ല ഓപ്പൺ കാറ്റഗറി 91 റാങ്ക് വരെ ഉള്ളവർക്കാണ് ഇതുവരെയായിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് 2027 തന്നെയാണ്. 2027 ജനുവരി മാസം ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ വേക്കൻസീസ് ഒക്കെ അത്യാവശ്യം റിപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റ് ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പഠിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്ന പോസ്റ്റ് തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ നന്നായിട്ട് പഠിക്കണ്ടേ? പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് കോഴ്സ് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രിലിംസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ടില്ല. എന്നിരുന്നാലും നമ്മൾ പ്രിലിംസും കൂടി മുന്നിൽ കണ്ടുകൊണ്ട് പഠിക്കണം. അപ്പൊ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് കോഴ്സ് തന്നെയാണ് ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ജനുവരി 1 ക്ലാസ് തുടങ്ങുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് അടിപൊളി ഒരു ഓഫറും കിട്ടുന്നതായിരിക്കും, ക്രിസ്മസ് ഓഫർ. അത് ഈ ഒരു കോഴ്സിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ എല്ലാ കോഴ്സുകൾക്കും ഇപ്പൊ 10% ഓഫർ ഉണ്ടായിരിക്കും. ക്രിസ്മസ് എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്തെ ക്രിസ്മസ് എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കോഴ്സുകൾക്കും 10% ഓഫർ കിട്ടുന്നതായിരിക്കും. ഇപ്പൊ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, CPO, WCPO, ഫയർമാൻ മുതലായ പരീക്ഷകൾക്ക് വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ് തുടങ്ങുന്നത് ജനുവരി മാസം 1 തീയതിയാണ്. പിന്നെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ CPO, WCPO, ഫയർമാൻ ഇതെല്ലാം സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെയാണ്. VFA സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെയാണ്. എല്ലാ പരീക്ഷകളും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ
ഷോർട്ട് കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും പഴയ SCERT പുതിയ SCERT NCERT വേണ്ട തസ്തികകളൊക്കെ ആണെങ്കിൽ ഹയർ ലെവൽ ആണെങ്കിൽ NCERT ഉൾപ്പെടെയാണ് മലയാളത്തിലാണ് എടുക്കുന്നത് കേട്ടോ. മലയാളത്തിലാണ് ഫുൾ ക്ലാസ് വരുന്നത്. എല്ലാ ടോപ്പിക്സും ഉണ്ട്. മാത്സ്, മലയാളം, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, കമ്പ്യൂട്ടർ, അതുപോലെ ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ്, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ ടോപ്പിക്സും ഉണ്ട്. കറണ്ട് അഫയേഴ്സ് ഉണ്ട്, പഴയ SCERT ഉണ്ട്, പുതിയ SCERT ഉണ്ട്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കഷൻ ഉണ്ട്. എല്ലാം ഉൾപ്പെടുന്ന പാക്കേജ് ആണ്. അപ്പോൾ VFA എത്രയും വേഗം തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളാം. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ജനുവരി 1 നമ്മൾ ഫ്രഷ് ആയിട്ട് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ടൈം ടേബിൾ വൈസ് ആയിട്ടായിരിക്കും ക്ലാസ് പോകുന്നത്. വിത്ത് എക്സാംസ് ആണ്. ഓക്കെ, അപ്പോൾ എന്റെ ഗൈഡൻസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ 100-ലധികം അഡ്വൈസുകൾ പോയിട്ടുള്ള 2 ജില്ല കിട്ടിയല്ലോ. തിരുവനന്തപുരവും കിട്ടി, കോട്ടയവും കിട്ടി. അടുത്ത ജില്ല നോക്കാം, ഇടുക്കി ജില്ല. അപ്പൊ ഇടുക്കി വെക്കട്ടെ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇടുക്കിയിൽ കട്ട് ഓഫ് കുറവാണെങ്കിലും അഡ്വൈസ് നോക്കൂ, ആകെ 55 അഡ്വൈസുകളാണ് ഇതുവരെ പോയിരിക്കുന്നത്. ലിസ്റ്റ് നിലവിൽ വന്നിട്ട് ഏകദേശം ഒരു 2 വർഷം അടുപ്പിച്ചാവാറായി. 55 അഡ്വൈസുകളെ പോയിട്ടുള്ളൂ. കൂടുതലായിട്ടും ഇപ്പോ നിങ്ങൾ സ്വന്തം ജില്ല വെക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം ജോലി കിട്ടിക്കഴിഞ്ഞാൽ വേറെ ജില്ലയിലൊക്കെ പോയി ജോലി ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം ചെലവ് കൂടുതലായിരിക്കും. സ്വന്തം ജില്ലയാണെങ്കിൽ നമുക്ക് ചെലവ് കുറച്ച് സേവിങ്സ് കൂട്ടാൻ പറ്റും. അതൊക്കെ നിങ്ങളൊന്ന് മുന്നിൽ കാണുക. അപ്പോൾ ഇടുക്കി ജില്ലയുടെ അഡ്വൈസ് എന്ന് പറയുന്നത് ആകെ 55 അഡ്വൈസുകളാണ് ഇതുവരെ പോയിരിക്കുന്നത്. അടുത്ത് നോക്കാം, എറണാകുളം ജില്ല. എറണാകുളം ജില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഡ്വൈസ് പോയിട്ടുള്ള ജില്ലയാണ്. 174 അഡ്വൈസുകളാണ് ഇതുവരെ പോയിരിക്കുന്നത്. അപ്പൊ 100 കടന്ന 3 ജില്ലകൾ കിട്ടിയല്ലോ. തിരുവനന്തപുരം ജില്ല, കോട്ടയം ജില്ല, എറണാകുളം ജില്ല. ലിസ്റ്റ് വന്നിട്ട് ഏകദേശം 1.5-2 വർഷം ആയപ്പോൾ തന്നെ 174 അഡ്വൈസുകളാണ് എറണാകുളം ജില്ലയിൽ നിന്നും പോയിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ നിയമനങ്ങൾ നടക്കുന്ന ജില്ലയാണ് എറണാകുളം ജില്ല. ഓക്കെ, അടുത്തത് തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയും നല്ല രീതിയിൽ നിയമനങ്ങൾ നടക്കുന്ന ജില്ലയാണ്. 198 അഡ്വൈസുകളാണ് ഇതുവരെ പോയിരിക്കുന്നത്. ലിസ്റ്റ് നിലവിൽ വന്ന ഏകദേശം 2 വർഷം ആയി. അപ്പോൾ തന്നെ 198 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. അപ്പൊ 4 ജില്ല കിട്ടിയല്ലോ. ഏതൊക്കെ? തിരുവനന്തപുരം ജില്ല, കോട്ടയം ജില്ല, എറണാകുളം ജില്ല, തൃശ്ശൂർ ജില്ല. 4 ജില്ലകൾ നല്ല രീതിയിൽ നിയമനം നടക്കുന്ന ജില്ലകൾ തന്നെയാണ്. നോക്കി വെച്ചോളൂ. അടുത്തത് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയും അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടക്കുന്നുണ്ട്. 161 അഡ്വൈസുകളാണ് ഇതുവരെ പോയിരിക്കുന്നത്. 161 അഡ്വൈസുകൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. 161 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് പോയത് ഒക്ടോബർ മാസമാണ്. 2025 ഒക്ടോബർ 23-നാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ലിസ്റ്റിന്റെ കാലാവധി 2027 ജനുവരി മാസം അവസാനിക്കുന്നതായിരിക്കും. അടുത്ത നോക്കാം, മലപ്പുറം ജില്ലയും പോയിട്ടുണ്ട്. 160 അഡ്വൈസുകളാണ് ഇതുവരെ പോയിരിക്കുന്നത്. 160 അഡ്വൈസ്. അപ്പൊ 100 കടന്ന ജില്ലയിലെ കൂട്ടത്തിൽ പെടുത്താവുന്നതല്ലേ. 160 അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ലിസ്റ്റിന്റെ കാലാവധി 2027 ജനുവരി മാസം അവസാനിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ജില്ലകളൊക്കെ ഒന്ന് നോക്കി വെച്ചോണേ. കോഴിക്കോട് ജില്ല 100 അടുപ്പിച്ചായതേ ഉള്ളൂ, 98. കൊല്ലം ജില്ല 99 അഡ്വൈസ് ആണ് പോയത്. ഇനി കോഴിക്കോട് ജില്ല 98 അഡ്വൈസുകളാണ് പോയത്. പിന്നെ കോമ്പറ്റീഷൻസ് ഈ തിരുവനന്തപുരം ജില്ല, എറണാകുളം ജില്ല, കോഴിക്കോട് ജില്ലയിലൊക്കെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. കോമ്പറ്റീഷൻ കൂടുതലാണെങ്കിലും അവിടെ നിയമനങ്ങൾ കൂടുതൽ നടക്കാറുണ്ട്. ഇപ്പൊ എറണാകുളം ജില്ല എടുത്താലും തിരുവനന്തപുരം ജില്ല എടുത്താലും കൂടുതൽ ഓഫീസുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവിടെ നിയമനങ്ങൾ കൂടുതൽ നടക്കാറുണ്ട്. അപ്പം വയനാട് അഡ്വൈസ് വളരെ കുറവാണ് പോയിരിക്കുന്നത്. 25 അഡ്വൈസ് മാത്രമേ പോയുള്ളൂ. അപ്പൊ വയനാട് ജില്ലയുടെ ആൻസർ കിട്ടിയില്ല. ആകെ 25 അഡ്വൈസ് മാത്രമാണ് വയനാട് ജില്ലയിൽ പോയിരിക്കുന്നത്. ഇപ്പൊ ലിസ്റ്റ് വന്നിട്ട് ഏകദേശം 2 വർഷമായി. എന്നിട്ടും 25 അഡ്വൈസ് മാത്രമേ പോയിട്ടുള്ളൂ. ഓക്കെ, അടുത്ത് നോക്കാം, കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയും അത്യാവശ്യം നല്ല രീതിയിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. 155 അഡ്വൈസുകളാണ് പോയിരിക്കുന്നത്. ലിസ്റ്റ് വന്നിട്ട് ഏകദേശം 2 വർഷം ആകാറാകുന്നു. അപ്പൊ 2027 ജനുവരി മാസം തന്നെയാണ് കണ്ണൂർ ജില്ലയിലെയും ലിസ്റ്റ് അവസാനിക്കുന്നത്. അപ്പൊ മിക്ക ജില്ലകളുടെയും ലിസ്റ്റ് അവസാനിക്കുന്നത് 2027 ജനുവരി മാസം അടുപ്പിച്ചാണ്. ചില ജില്ലകളൊക്കെ 2026 ഡിസംബർ മാസമൊക്കെ അവസാനിക്കുന്ന ജില്ലകളും ഉണ്ട്. ഡിസംബർ നവംബർ മാസങ്ങളിലായിട്ട് അവസാനിക്കുന്ന ജില്ലകളും ഉണ്ട്. അപ്പൊ എന്നിരുന്നാലും നിങ്ങൾക്ക് 2027 തന്നെ ജോലിക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ വേണം ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. അതിനുവേണ്ടി ഹർഷിതം എഡ്യൂടെക് ആപ്പ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ കണ്ണൂർ ജില്ല അഡ്വൈസ് പോയിരിക്കുന്നത് നോട്ട് ചെയ്തോളൂ. 155 അഡ്വൈസുകളാണ് ഇതുവരെ പോയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയും അഡ്വൈസ് വളരെ കുറച്ചേ പോയിട്ടുള്ളൂ. 63 അഡ്വൈസുകളാണ് ഇതുവരെ പോയിരിക്കുന്നത്. ലിസ്റ്റ് വന്നിട്ട് ഏകദേശം 2 വർഷം അടുപ്പിച്ചാവാറായി.
ഓക്കെ, അപ്പൊ ഇത്രയാണ് 14 ജില്ലകളുടെ ഇതുവരെയുള്ള നിയമന നിലയും. പിന്നെ നിങ്ങൾക്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം എങ്ങനെ ജോലി കിട്ടും എന്നുള്ള ഒരു ധാരണ കിട്ടിയല്ലോ. അപ്പൊ നമുക്ക് അറിയുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പാസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. നിങ്ങൾ ആലോചിച്ച് ചെയ്യുക. സ്വന്തം ജില്ലയിൽ കൊടുക്കാൻ താല്പര്യമുള്ളവർ സ്വന്തം ജില്ലയിൽ കൊടുത്തിട്ട് അത്രയ്ക്ക് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അത്രയ്ക്ക് നന്നായിട്ട് പഠിച്ച് സ്വന്തം ജില്ലയിൽ തന്നെ ജോലി വാങ്ങിയാൽ ഏറ്റവും നല്ലത്. അതാവുമ്പോ വീട്ടുകാരെയൊക്കെ വിട്ട് വേറെ ജില്ലയിൽ പോയി ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പൈസ കുറച്ചും കൂടി സേവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറ്റും. പിന്നെ ഇപ്പൊ നിയമനങ്ങൾ കൂടുതൽ നടക്കുന്ന ജില്ലകളിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ പോകാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ജില്ലകളിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ വെക്കണമെന്നുള്ളവർക്ക് അങ്ങനെ വെക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിയമനങ്ങൾ ഇതുവരെ നടന്നിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ അടിച്ച് നിൽക്കാതെ ഏത് ജില്ലയിൽ അപ്ലൈ ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ച് അപ്ലൈ ചെയ്യുക. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും 10th ലെവൽ ആയാലും +2 ലെവൽ ആയാലും ഡിഗ്രി ലെവൽ ആയാലും അതുപോലെ കമ്പനി LGS എല്ലാ ലെവൽ ഓഫ് എക്സാംസിനും കോഴ്സസ് അവൈലബിൾ ആണ്. കോഴ്സസിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയും വേഗം തന്നെ കയറി നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. എല്ലാം മിതമായിട്ടുള്ള ഫീസാണ്. ഇപ്പോൾ ക്രിസ്മസ് ഓഫറും അവൈലബിൾ ആണ്. ക്രിസ്മസ് ഓഫറിൽ നിങ്ങൾക്ക് വളരെ ഫീസ് കുറവായിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.